അങ്ങനെ മത്തി കുരുമുളകിൽ വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് പുളിയുണ്ട്, ആ പുളി ചാലിച്ച് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഉണ്ട്. അതുപോലെ പെപ്പറിൻ്റെ നല്ല ടേസ്റ്റ് എടുത്ത് നിൽപ്പുണ്ട്. നമസ്കാരം. മത്തി ഇഷ്ടം പോലെ ഇങ്ങനെ വെട്ടിയൊരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സുമി ഒരു പ്രത്യേക പ്രിപ്പറേഷനിലേക്കാണ് വരുന്നത്. മത്തി കുരുമുളക് അരച്ചത് അല്ലേ? പച്ചക്കുരുമുളകാണോ? അല്ല, ഉണക്കമുളക് അരച്ച് മല്ലിയും കൂടെ അരച്ച് ചേർത്താ. ഇതിന്റെ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്ന് പെട്ടെന്ന് പറയോ സുമി? സുമി ഒരു ഷെഫാണ്, നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്രാവശ്യം മത്തി കുരുമുളകാണ് സുമി ചെയ്യാൻ പോകുന്നത്. ചോദിച്ചു നോക്കാം. ഞാൻ ഇത് 300 ഗ്രാം, ഏകദേശം 300 ഗ്രാം മത്തി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത് മല്ലിയും പിന്നെ കുരുമുളകും മഞ്ഞളോടെ അരച്ച് പേസ്റ്റാക്കി വെച്ചത്, ഉലുവ, വെളിച്ചെണ്ണ, ഇത്രയാണ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ വേണ്ടത്. ഇത് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചട്ടി ചൂടാകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും, ഉലുവ ഇടും. ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റും. ഈ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിനാവശ്യമുള്ള പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഞാനത് മറന്നുപോയി, പുളിവെള്ളം ഒഴിക്കും. എന്നിട്ട് അത് പിന്നെ മത്തിയും കൂടെ ഇട്ട് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ചാറ് വരുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി അതിനൊന്നങ്ങ് വറ്റിച്ചെടുക്കും. കറിവേപ്പില ലാസ്റ്റ് കറിവേപ്പില നമ്മൾ പുറത്തോടെ ഇടും. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലതാണ്, വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മത്തി കുരുമുളകിൽ വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴിന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഇത് ഈ രീതിയിലല്ലാതെ പച്ചക്കുരുമുളക് അരച്ച മത്തി ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ രീതിയിൽ കഴിക്കാൻ പോകുന്ന ആദ്യമായിട്ടാണ്. ഇതിനകത്ത് പുളിയൊക്കെ ചേർത്തിട്ട് ഉള്ളൊരു പ്രത്യേക രീതിയാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട് അല്ലേ? അങ്ങനെ വേണേൽ കഴിക്കാവുന്നതാണ്. ഒരു പപ്പടം കൂടെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പപ്പടവും ഇതും കൂടെ കൂട്ടി, അതിൻ്റെ ആ ഗ്രേവി, തിക്ക് ഗ്രേവിയാണ്, അതും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. സുമി ഒരു ഷെഫാണ്. പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണം, ആക്റ്റീവായിട്ട് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് പറയുന്നത്. പുള്ളിക്കാരത്തി ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. മത്തി പെപ്പറിനകത്ത് വറ്റിച്ചെടുത്ത സംഭവമാണ്. അതും ചോറും കൂടെ മാത്രം കഴിക്കാം. വേറെ ഐറ്റംസ് ഒക്കെ സൈഡിലുണ്ട്, അതൊക്കെ അവിടെ സൈഡിലിരിക്കട്ടെ. പക്ഷേ ഇത് തന്നെ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ, എങ്ങനെയുണ്ട് സംഭവം. ഇതാണോ മത്തി, അതിൻ്റെ മുള്ളുൾപ്പെടെ അങ്ങ് കഴിക്കുകയാണ്. മുള്ളും മീറ്റും ആ ഗ്രേവിയും എല്ലാം കൂടെ റൈസിനകത്ത്, അത് മാത്രമായിട്ട് റൈസും കൂടെ കൂട്ടി. പൊടിയരിച്ചോറാണ് കേട്ടോ അതിൻ്റെ കൂടെ. ലൈറ്റായിട്ട് പുളിയുണ്ട്, ആ പുളി ചാലിച്ച് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഉണ്ട്. അതുപോലെ പെപ്പറിൻ്റെ നല്ല ടേസ്റ്റ് എടുത്ത് നിൽപ്പുണ്ട്. കേൾക്കുക, ഇത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളോടും മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.